ലോകത്തിലെ ഏറ്റവും വലിയ പൂങ്കുലയാണ് ശവപുഷ്പം എന്നറിയപ്പെടുന്ന പൂങ്കുല. വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഈ പൂങ്കുല ഇപ്പോൾ ഇടുക്കി രാമക്കൽമേട്ടിലെത്തിയാൽ കാണുവാൻ സാധിക്കും. ഇതിനോടൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പൂവായ റഫ്ലേഷ്യ കണ്ട് പരിചയപ്പെടുവാനും സാധിക്കും. ഇതാണ് ആ ഭീമൻ പൂങ്കുല, ടൈറ്റാൻ ആറം. ഇതിന് ഏകദേശം 3 മീറ്റർ വരെ ഉയരം വയ്ക്കാൻ കഴിയും. ടൈറ്റാൻ ആറം ഇന്തോനേഷ്യയിലെ സുമാത്രയിലെ മഴക്കാടുകളിൽ നിന്നുള്ളതാണ്. ഇവ വളരെ അപൂർവമായി മാത്രമേ പുഷ്പിക്കാറുള്ളൂ. സാധാരണ 7 മുതൽ 10 വർഷത്തിലൊരിക്കൽ മാത്രമാണ് പൂക്കുന്നത്. പൂങ്കുല ഏതാനും ദിവസങ്ങൾ മാത്രമേ നിലനിൽക്കൂ. ശവപുഷ്പം എന്നും ഇത് അറിയപ്പെടുന്നു. കാരണം ഇത് വിരിയുമ്പോൾ ചീഞ്ഞ മാംസത്തിന്റെ രൂക്ഷമായ ഗന്ധം പുറപ്പെടുവിക്കുന്നു. പക്ഷേ നമ്മുടെ ഇടുക്കിയിലെ ഈ ഭീമൻ പൂങ്കുല സുഗന്ധമാണ് പരത്തുന്നത്. അതിന് കാരണം ഇത് മനുഷ്യ നിർമ്മിതമാണ്. പ്രിൻസ് ഭുവനചന്ദ്രൻ എന്ന കലാകാരനാണ് ഈ അപൂർവ കലാസൃഷ്ടി നടത്തിയിട്ടുള്ളത്. 3 മീറ്ററോളം ഉയരത്തിൽ തകിടും തുണിയും മറ്റും ഉപയോഗിച്ചാണ് സൃഷ്ടി പൂർത്തീകരിച്ചത്. ഇതിൻ്റെ പേര് ടൈറ്റൻ ആറം എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പൂങ്കുലയാണിത്. ഇത് അപൂർവമായി മാത്രമാണ് പൂക്കാറുള്ളത്. ഇത് ഇന്തോനേഷ്യൻ കാടുകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇത് നമ്മുടെ ചേനവർഗത്തിൻ്റെ ഒരു വർഗ്ഗമാണ്. അതിൻ്റെ ഒരു പൂവാണ്. ഇത് പൂത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 3-4 ദിവസം മാത്രമേ നിൽക്കത്തുള്ളൂ. ഞങ്ങളിങ്ങനെ പയ്യനുമായിട്ട് TV കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കാണ് ഇതിനെക്കുറിച്ച് കണ്ടത്. അപ്പോൾ അവനാണ് എന്നോട് ഇങ്ങനെ ചോദിച്ച സംഗതി, ഇത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകത്തില്ലേ? അങ്ങനെയാണ്. എന്നാൽ ഇന്ത്യയിൽ ഉണ്ടാകാത്ത ഒരു സാധനം കുട്ടികൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയത്. നേരത്തെയും സ്കൂളുകൾക്കും മറ്റ് ഇതിനു വേണ്ടിയൊക്കെ പല ഇത് ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഡീറ്റെയിലുകൾ കണ്ടുപിടിച്ച്, അപ്പോൾ അതിൻ്റെ അതേ വലിപ്പത്തിലും ഉയരത്തിലും ഏതാണ്ട് ഒരു 1.5 മീറ്ററോളം വലിപ്പം വെക്കുന്ന ഒരു പൂവാണ്. ഏതാണ്ട് 12 അടിയോളം ഹൈറ്റ് വരും. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പൂ കൂടി കാണാം. റഫ്ലേഷ്യ. ഇതിന് 1 മീറ്ററിലധികം വ്യാസവും 10 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാവും. ഇവ ഇലകളോ തണ്ടുകളോ വേരുകളോ ഇല്ലാത്ത ഒരു പരാത സസ്യമാണ്. ഇതും അതേ പകിട്ടോടുകൂടി തന്നെ പ്രിൻസ് നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പൂവാണ്. അതായത് ഒറ്റ പൂവായിട്ട് വരുന്ന പൂവ്. ഇതിന് തണ്ടോ ഇതൊന്നും ഇല്ലാത്തൊരു സൈസ് പൂവാണ്. ഇതും ഈ ആമസോൺ കാടുകളിലും മഴക്കാടുകളിൽ മാത്രം കാണപ്പെടുന്ന വേരുകളിൽ മാത്രം ജീവിക്കുന്ന ഒരു പൂവാണ്. അതിന് ഏകദേശം ഒരു 1.5 മീറ്ററോളം വലിപ്പമുണ്ട്. 10 കിലോയോളം ഭാരം വരും. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇതിനെക്കുറിച്ച് കൂടെ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കിനാണ് എന്തുകൊണ്ട് ഇതും കൂടെ എന്നാ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്ക് കാണുമ്പോഴേക്കിന് ഏറ്റവും വലിയ പൂവും പൂങ്കുലയും അവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനൊരു സൃഷ്ടിയും കൂടെ ഉണ്ടാക്കി. ഇതും ഇരുമ്പ് ചട്ടി ഷീറ്റുകൾ ഇരുമ്പ് തകിടിൽ റെഡിയാക്കി എടുത്തിട്ട് അകത്ത് അതിൻ്റെ ആ തവരകൾ പോലുള്ള ഒരു ഇതുണ്ടാക്കി. ഇത് പൂക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒന്നും കാണാനൊന്നും കഴിയില്ല. കാരണം അത്രയ്ക്കും സ്മെല്ലായിരിക്കും. ചീഞ്ഞ മാംസത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു മണമായിരിക്കും ഇതിന്. വ്യത്യസ്തങ്ങളായ നിരവധി നിർമ്മിതികൾ പ്രിൻസ് ഇതിനു മുമ്പും നടത്തിയിട്ടുണ്ട്. ഇവയെല്ലാം വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ വേറിട്ട കാഴ്ചയായി നിലനിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും അപൂർവങ്ങളായ ഈ പൂക്കളെ കാണുവാൻ വരും ദിവസങ്ങളിൽ നിരവധി പേർ എത്തുമെന്നാണ് പ്രിൻസിന്റെയും കുടുംബത്തിന്റെയും പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ രാജകുമാരി.